ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു നെയ്ച്ചോറും എഗ്ഗ് കറിയും തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കാനാവും, സിമ്പിൾ റെസിപ്പിയാണ്. എക്സ്ട്രാ ഒരു മോഡിഫിക്കേഷനും ഇല്ല. സിമ്പിളായിട്ട് ടേസ്റ്റായിട്ട് യൂഷ്വലി ഉണ്ടാക്കുന്ന സാധാരണ നെയ്ച്ചോറും നല്ല എഗ്ഗ് കറിയും. നല്ല സൂപ്പർ എമ്മി ടേസ്റ്റാണ്. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാനാവും. നല്ല സോഫ്റ്റ് നെയ്ച്ചോറും പിന്നെ നല്ല സ്പൈസി എഗ്ഗ് കറിയും. ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് ടേസ്റ്റായിട്ട് അവർക്ക് സെർവ് ചെയ്യാം. എന്നെപ്പോലെ മടിയുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണിത്. ചോറ്, സാമ്പാർ, ഒരു മുട്ട വറവ്, ഇല്ലേ മീൻ കറി, മീൻ ഫ്രൈ, ഇങ്ങനെയെല്ലാം ആക്കുന്നതിനെക്കാട്ടും സിമ്പിളല്ലേ ഒരു നെയ്ച്ചോറും പിന്നെ ഒരു എഗ്ഗ് കറിയും ആക്കുന്നത്. അറിയാനൊരു ഗുമ്മില്ലേ, ഒരു വെയിറ്റില്ലേ. ഇന്നെന്താ ഫുഡ്? നെയ്ച്ചോറും എഗ്ഗ് കറിയും, അല്ലെങ്കിൽ ഗീ റൈസും വിത്ത് എഗ്ഗ് കറിയും. നെയ്ച്ചോറ് ആക്കാൻ പറ്റിയ ഒരു പാനിൻ്റെ പാത്രം എടുത്ത് അത് നന്നായി ചൂടാകുമ്പോൾ ഗീ ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മുടെ കയ്യിലുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. താക്കോലം, ജാതിപത്രി, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇവയെല്ലാം ചേർക്കുക. അങ്ങനെ തന്നെയല്ലേ പറയുക? എനിക്ക് ഡൗട്ടുണ്ടേ. എന്നാലും ഇത്ര സാധനങ്ങൾ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്ക് അതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തത് ജീരകശാല റൈസാണേ. നെയ്ച്ചോറിൻ്റെ അരി അല്ലെ ഗന്ധസാല അരി അങ്ങനെയൊക്കെ പറയും. നെയ്ച്ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഈ റൈസാണേ. വസുമതി റൈസിനെക്കാട്ടും നല്ലത് ഈ കുഞ്ഞരിയാണ്. ഈ റൈസ് പാക്കറ്റ് അല്ലാതെ ലൂസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ എപ്പോഴും അത് കുറച്ച് കയ്യിലെടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കണം. നല്ല സ്മെല്ലുണ്ടാവും ഈ റൈസിന്. ഞാനൊരു 2 കപ്പ് അരിയാണ് എടുത്തത്. ഏകദേശം 1/2 kg റൈസ്. നന്നായി കഴുകി ഒരു 10-15 മിനിറ്റ് പൊതിർത്ത് വെച്ചതാണ്, സോക്ക് ചെയ്ത് വെച്ച അരി. അരി ഒന്ന് ആ മസാലേൻ്റെ കൂടെ നന്നായി ഫ്രൈ ചെയ്യണം. എന്നിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ചേർത്തത്. നന്നായി തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് അരിയും വെള്ളവും മസാലയും കൂടി ഒരു 5 മിനിറ്റ് നന്നായി തിളക്കട്ട്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം. ഒരു 10-15 മിനിറ്റിൽ നന്നായി വെന്ത് കിട്ടും ഗീ റൈസ്. ഉപ്പും കൂടി ചേർക്കണേ, ഞാൻ പറയാൻ വിട്ടുപോയി. പാകത്തിന് വേണ്ടുന്ന ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവാൻ വെക്കാം. ഫ്ലെയിം എപ്പം സ്ലോ ആക്കി വെച്ച് വേവിക്കണം ഗീ റൈസ് ആക്കുമ്പോൾ. കുക്കറിലാക്കുമ്പോൾ പ്രശ്നമില്ല. ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. നന്നായി വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കാം. ശരി വെന്തിനോ അല്ലെങ്കിൽ ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്നെല്ലാം നോക്കാം. ചോറ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എല്ലാം ഓക്കെയാണ്, നന്നായി വെന്തിന് എന്നൊക്കെ ആയെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ചേർക്കുമ്പോൾ തന്നെ അതിലേക്ക് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇവയൊക്കെ ചേർക്കാം. വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല സ്വാദായിരിക്കും. ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കുന്ന സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചേർക്കാഞ്ഞത്. ഞാനിവിടെ ഗീ റൈസിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സവാള നന്നായി നെയ്യിൽ വറുത്തതും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്തത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ ചേർത്തത്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഗീ റൈസ് റെഡി. ഇനി നമുക്ക് എഗ്ഗ് കറി തയ്യാറാക്കാം. എഗ്ഗ് ഫസ്റ്റ് ബോയിലാക്കി മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 സവാളയാണ് എടുത്തത്. സവാള നന്നായി വഴറ്റി കൊടുക്കുക. അതിൽ തൊട്ട് പാകത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് അരിഞ്ഞതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റായ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി.
പിന്നെ അതിലേക്ക് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ മതി. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിനെ. നിങ്ങളുടെ കയ്യിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ എഗ്ഗ് മസാലയോ ഏത് മസാലയുണ്ടോ അത് ചേർത്ത് കൊടുക്കുക. നന്നായി ഫ്രൈ ആയ ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സവാളയും മസാലയും മാറ്റി വെക്കുന്നുണ്ട്. മറ്റൊരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റി അത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിൽ വെള്ളവും കൂട്ടി നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സെയിം മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായി മസാലയും കറിയും കൂടി തിളക്കാൻ വെക്കാം. ഇതിലോട്ട് ഞാൻ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. നന്നായി കറി ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മതിയാവും. അപ്പോഴേക്ക് തന്നെ നന്നായി കറി തിളച്ച് വരും. കറി നന്നായി തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച എഗ്ഗ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നോക്കിക്കേ, കറി നന്നായി തിളച്ചില്ലേ? നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കിക്കോ, ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന്. ഇനി നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 എഗ്ഗ് എടുത്തിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എഗ്ഗ് ചേർത്ത് കൊടുക്കുക. എഗ്ഗിൻ്റെ മുകളിലേക്കെല്ലാം മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് നന്നായി ചെറിയ ഫ്ലെയിമിൽ തിളക്കാൻ വെക്കാം. എന്നാലേ മസാലയെല്ലാം എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. ഇനി നമുക്ക് മല്ലിയില അരിഞ്ഞത്, കറിവേപ്പിലയില എല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി എഗ്ഗ് കറി റെഡിയായേ. ഇനി നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാം. നമ്മുടെ സൂപ്പർ ഗീ റൈസും എഗ്ഗ് കറി റെഡിയായേ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിൾ റെസിപ്പിയല്ലേ, പെട്ടെന്ന് തയ്യാറാക്കാനാവില്ലേ? ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാനാവും. അത്ര ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാനാവും. നല്ല സൂപ്പർ നെയ്ച്ചോറാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാനാവും. നല്ല സൂപ്പർ നെയ്ച്ചോറും പിന്നെ എഗ്ഗ് കറിയും. നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. ഇതുപോലുള്ള ടേസ്റ്റി സിമ്പിൾ റെസിപ്പിയായി മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.